ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഘാന സന്ദർശനം തുടരുന്നു. വിദേശ പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ എത്തും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് മേഖലാ അവലോകന യോഗം പുരോഗമിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം ഇടിഞ്ഞു വീണത് ഉപയോഗിക്കാതെ അടച്ചിട്ടിരുന്ന കെട്ടിടമെന്ന് മന്ത്രിമാരായ വി.എൻ. വാസവനും വീണ ജോർജും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബർമിംഗ്ഹാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇന്ന് പുനരാരംഭിക്കും. ഗില്ലിന്റെ സെഞ്ചുറി മികവിൽ ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയും ഘാനയും ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യയിലും യൂറോപ്പിലും നടക്കുന്ന സംഘർഷങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഘാന പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വിവിധ മേഖലകളിലെ 4 ധാരണാപത്രങ്ങളും ഇന്നലെ ഒപ്പുവച്ചു. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ എത്തും. അവിടെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന ശ്രീ മോദി പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പോർട്ട് ഓഫ് സ്പെയിനിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തിലും അദ്ദേഹം സംസാരിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 21-ന് ആരംഭിക്കും. സമ്മേളനം അടുത്ത മാസം 21 വരെ നീളും. സ്വാതന്ത്ര്യ ദിനാഘോഷം കണക്കിലെടുത്ത് ഓഗസ്റ്റ് 13, 14 തീയതികളിൽ സഭ ചേരില്ല. വിവിധ സർക്കാർ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താനുള്ള മേഖലാ അവലോകന യോഗങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കോട്ടയം, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ ജില്ലകളുടെ യോഗം ഇപ്പോൾ കോട്ടയത്ത് നടക്കുകയാണ്. മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറിമാർ, 4 ജില്ലകളിലെയും കളക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. കോട്ടയം കോഴായിൽ സ്ഥാപിച്ച സയൻസ് സിറ്റിയുടെ ഒന്നാം ഘട്ടം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ആർ ബിന്ദു അധ്യക്ഷയാകുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, മന്ത്രി വി.എൻ. വാസവൻ എന്നിവർ മുഖ്യാതിഥികളാകും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച 30 ഏക്കറിലാണ് സയൻസ് സിറ്റിയുടെ നിർമ്മാണം. വിപുലമായ ജൈവ വൈവിധ്യ പാർക്കിന്റെ നിർമ്മാണവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം ഇടിഞ്ഞു വീണു. 14-ാം വാർഡിലെ ശുചിമുറി ഉൾപ്പെട്ട ഭാഗമാണ് പൊളിഞ്ഞു വീണത്. മന്ത്രിമാരായ വീണ ജോർജ്, വി.എൻ. വാസവൻ എന്നിവർ അപകടസ്ഥലം സന്ദർശിച്ചു. ഉപയോഗിക്കാതെ അടച്ചിട്ടിരുന്ന കെട്ടിടമാണ് ഇടിഞ്ഞതെന്നും ആർക്കും സാരമായ പരിക്കുകൾ ഏറ്റിട്ടില്ലെന്നും മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. പുതിയ കെട്ടിടം അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയായിരുന്നെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉപയോഗശൂന്യമായി അടച്ചിട്ടിരുന്ന കെട്ടിടമാണ് തകർന്നതെന്നും പ്രധാന കെട്ടിടവുമായി ഇതിന് ബന്ധമില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പുതിയ സർജിക്കൽ ബ്ലോക്ക് പണി പൂർത്തിയായിട്ടുണ്ടെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. ഈ ബിൽഡിങ്ങിനോട് ഭാഗമല്ലായിരുന്നു, വേറെ പിന്നിലുള്ള കൺസ്ട്രക്ഷനാണ്. പല ഫണ്ടിൽ നിന്ന് പല നിർമ്മാണങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു നിർമ്മാണമായിരുന്നു എന്നാണ്. ഏതായാലും ഇത് അടച്ചിട്ടിരുന്നതാണ്, അതുകൊണ്ട് മറ്റ് അപകടങ്ങൾ ഉണ്ടായില്ല. നമ്മൾ ഈ ടോട്ടൽ ബിൽഡിംഗ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്ത് അതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. കിഫ്ബിയിലൂടെയാണ് കയറി വരുമ്പോൾ കാണുന്ന ബിൽഡിംഗ് സർജിക്കൽ ബ്ലോക്ക്. പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഇപ്പോൾ കെട്ടിട അവശിഷ്ടങ്ങൾ നീക്കുകയാണ്. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ.എസ്. അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് ചട്ടവിരുദ്ധമെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. രജിസ്ട്രാറെ നിയമിക്കുന്ന സിൻഡിക്കേറ്റിനാണ് അച്ചടക്ക നടപടിക്കുള്ള അധികാരം. ഗവർണർ വേദിയിലിരിക്കെ പരിപാടി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് നൽകി എന്ന ആരോപണം ശരിയല്ലെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. വൈസ് ചാൻസലറുടെ നടപടി അധികാര ദുർവിനിയോഗമാണെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. നിലവിൽ രജിസ്ട്രാർക്ക് ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കാൻ തടസ്സമില്ലെന്നും മന്ത്രി പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ആകാശവാണി തിരുവനന്തപുരം, കോഴിക്കോട് നിലയങ്ങളുടെ വാർത്താ വിഭാഗം മേധാവിയായി ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥ ലെമി ജി നായർ ചുമതലയേറ്റു. 1993-ൽ ന്യൂഡൽഹിയിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസിദ്ധീകരണമായ സൈനിക് സമാചാറിലാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, ഫീൽഡ് പബ്ലിസിറ്റി, പബ്ലിക്കേഷൻസ് ഡിവിഷൻ, ദൂരദർശൻ തുടങ്ങി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ വിവിധ മാധ്യമ വിഭാഗങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ഓണക്കാലത്ത് കേരളത്തിന് പ്രത്യേകമായി അധിക അരിവിഹിതം അനുവദിക്കണമെന്ന ആവശ്യം തള്ളിയ കേന്ദ്ര നയത്തിനെതിരെ
കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിശേഷ അവസരങ്ങളിൽ പൊതുവിപണിയിൽ അരിയുടെ വില കുതിച്ചുയരാതിരിക്കാൻ മുൻഗണനാ ഇതര വിഭാഗക്കാർക്കും ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായാണ് അധിക അരിവിഹിതം സംസ്ഥാനം ആവശ്യപ്പെട്ടത്. മുൻഗണനാ ഇതര വിഭാഗങ്ങൾക്കുള്ള ഗോതമ്പിന്റെ അലോട്ട്മെന്റ് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പുറത്തിറക്കിയ പുതിയ കരട് സൌരോർജ്ജ നയത്തിലെ നിർദ്ദേശങ്ങളിൽ പ്രതിഷേധിച്ച് ഇന്ന് സോളാർ ബന്ദ് ആചരിക്കുന്നു. സൌരോർജ്ജ മേഖലയിൽ നിക്ഷേപം നടത്തിയ സംരംഭകരുടെ സംഘടനയായ മാസ്റ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ബന്ദ്. സോളാർ പ്ലാന്റുകളുടെ നിർമ്മാണ, വിപണന, സേവന മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചിട്ടാണ് പ്രതിഷേധം. സെൻസർ ബോർഡ് പേരിൽ മാറ്റം വരുത്താൻ നിർദ്ദേശിച്ച ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ കാണുമെന്ന് അറിയിച്ച് ഹൈക്കോടതി. സിനിമയുടെ ഉള്ളടക്കമോ പേരോ പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്ന ജസ്റ്റിസ് എൻ നഗരേഷിന് മുന്നിൽ മറ്റന്നാൾ സിനിമ പ്രദർശിപ്പിക്കും. സെൻസർ സർട്ടിഫിക്കറ്റ് വൈകുന്നതിനെതിരെ നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിലാണ് തീരുമാനം. ബുധനാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. പ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യകൾക്ക് ഈ മാസം 13-ന് തുടക്കമാകും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് പള്ളിയോട സേവാസംഘം ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ശ്രീ പാർത്ഥസാരഥിയുടെ ഇഷ്ടവഴിപാടായ വള്ളസദ്യകൾ ഈ മാസം 13 മുതൽ ഒക്ടോബർ 2 വരെയുള്ള 80 ദിവസക്കാലം ആറന്മുള ക്ഷേത്രത്തിൽ നടക്കും. 52 കരക്കാർക്കുമായി ഏർപ്പെടുത്തിയിട്ടുള്ള വള്ളസദ്യയിൽ KSRTCയുടെ പാക്കേജിന്റെ ഭാഗമായി എത്തുന്നവർക്ക് പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലാണ് സദ്യ ഒരുക്കുന്നത്. പള്ളിയോടങ്ങളിൽ വരുന്ന കരക്കാർക്കും വഴിപാടുകാരന്റെ അതിഥികൾക്കുമടക്കം 500 പേർക്കാണ് ഒരു വള്ളസദ്യയിൽ പങ്കെടുക്കാനാവുക. മറ്റു ഭക്തർക്ക് ഓൺലൈനായി 250 രൂപ അടച്ച് പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വള്ളസദ്യയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഒരു മാസമായി നടന്നുവരുന്ന കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ സമാപിക്കും. പിന്നീട് 11 മാസക്കാലം അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം ഉണ്ടാകില്ല. ദേശീയ കായിക നയം 2025 സംബന്ധിച്ച് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന മാധ്യമ സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. പരിപാടിയിൽ രാജ്യത്ത് എല്ലാവരെയും ഉൾച്ചേർത്തുള്ള മികച്ച കായിക അന്തരീക്ഷം സൃഷ്ടിക്കുന്ന വിഷയത്തിൽ ചർച്ചകൾ നടക്കും. കായിക രംഗത്തെ വിദഗ്ധർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. ബർമിംഗ്ഹാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇന്ന് പുനരാരംഭിക്കും. ആദ്യ ദിനം ഇന്ത്യ 5 വിക്കറ്റിന് 310 റൺസ് നേടി. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ സെഞ്ചുറി മികവിലാണ് ഇന്ത്യയുടെ സ്കോർ 300 കടന്നത്. കളി അവസാനിക്കുമ്പോൾ 114 റൺസുമായി ക്യാപ്റ്റൻ ഗില്ലും 41 റൺസുമായി രവീന്ദ്ര ജഡേജയുമാണ് ക്രീസിൽ. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്ന് നേട്ടം. സെൻസെക്സ് 152 പോയിന്റ് ഉയർന്ന് 83,559-ലും നിഫ്റ്റി 39 പോയിന്റ് നേട്ടത്തിൽ 25,492-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 320 രൂപ വർദ്ധിച്ച് 72,840 രൂപയും ഗ്രാമിന് 9,105 രൂപയുമാണ് ഇന്നത്തെ വില. പാലക്കാട് ഡിവിഷന് കീഴിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ചില ട്രെയിനുകൾ വൈകി ഓടുമെന്ന് റെയിൽവേ അറിയിച്ചു. ഈ മാസം 9-നും 23-നും സർവീസ് നടത്തുന്ന തിരുവനന്തപുരം സെൻട്രൽ, ഹസ്രത്ത് നിസാമുദ്ദീൻ ജംഗ്ഷൻ വീക്കിലി സൂപ്പർഫാസ്റ്റ്, ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ്, തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി തുടങ്ങിയ ട്രെയിനുകൾ ഏകദേശം 1 മണിക്കൂർ വൈകിയോടും. ഇടുക്കി ചിന്നക്കനാലിൽ പുലിയുടെ ആക്രമണം. ചിന്നക്കനാൽ പവർ ഹൌസിൽ ഇന്നലെ രാത്രി വളർത്തുനായ പുലിയെ പിടിച്ചു. ഒരാഴ്ച മുൻപും തോട്ടം മേഖലയിൽ തൊഴിലാളികൾ പുലിയെ കണ്ടിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഘാന സന്ദർശനം തുടരുന്നു. വിദേശ പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ എത്തും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് മേഖലാ അവലോകന യോഗം പുരോഗമിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം ഇടിഞ്ഞു വീണത് ഉപയോഗിക്കാതെ അടച്ചിട്ടിരുന്ന കെട്ടിടമെന്ന് മന്ത്രിമാരായ VN വാസവനും വീണ ജോർജും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബർമിംഗ്ഹാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇന്ന് പുനരാരംഭിക്കും. ഗില്ലിന്റെ സെഞ്ചുറി മികവിൽ ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.